ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ഏത് ടൈപ്പാണ് എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. ടൈപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള ലവിങ് സ്റ്റൈലാണ് അവർക്ക് ഇഷ്ടമുള്ളത് എന്നറിയാൻ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതൊരു ബേസിക് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ 3 തരത്തിലുള്ള ടൈപ്പുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ഏത് ടൈപ്പാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ലവിങ് സ്റ്റൈലുള്ള ആളുകളെയും എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, എങ്ങനെ സ്നേഹിച്ചാലാണ് അവർക്ക് കൂടുതൽ സ്നേഹം ഫീൽ ചെയ്യുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് തുടർന്ന് വരും. അഥവാ ഈ 3 കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് 1 by 1 ആയിട്ട് ഓരോരോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തുടർന്ന് വരുന്ന വീഡിയോസ് കൂടി കിട്ടുമ്പോഴാണ് ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റഡ് ആവത്തുള്ളൂ. അപ്പോൾ 3 ടൈപ്പ് ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം പറയാം. ഒന്നാമത്തത്, ചില ആളുകൾ വിഷണറി ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അവരുടെ ലവിങ് സ്റ്റൈൽ അതായിരിക്കും. ആ രീതിയിൽ നമ്മൾക്ക് സ്നേഹം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം തിരിച്ചു കിട്ടുക കൂടി ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി ആണ്. ആദ്യത്തെ ഞാൻ പറയാം, വിഷണറി ടൈപ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ കാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. രണ്ടാമത്തത് ഓഡിറ്ററി എന്ന് പറയുമ്പോൾ കേൾവിക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളായിരിക്കും. മൂന്നാമത്തത് കിനസ്തെറ്റിക് ആണ്. അഥവാ കൂടുതൽ സ്പർശനങ്ങൾക്കും അനുഭവങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ട് ഉള്ള ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് ഒന്നുകൂടി അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കാം. നിങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ഡ്രസ്സുകൾ തൂക്കിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഓരോന്നും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും എടുത്ത് നോക്കുക. മാറി ഇങ്ങനെ കുറേ ഡ്രസ്സുകൾ വാരിയിട്ട് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു സെയിൽസ് പേഴ്സണെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി വിഷണറി ടൈപ്പ് ആയിരിക്കും. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട കളറ് അതിലോട്ട് എത്തുമ്പോൾ മാത്രമാണ് അവരത് ചൂസ് ചെയ്യുക. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എല്ലാം നോക്കിയിരിക്കും. അത് വിഷണറി ടൈപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ കൂടുതലായിട്ടും നോക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി. ചില ആളുകൾക്ക് എത്ര കണ്ടു കഴിഞ്ഞാലും ഒന്നില്ലെങ്കിൽ ആ സെയിൽസ് പേഴ്സണോ അല്ലെങ്കിൽ കൂടെ പർച്ചേസിന് വന്നിട്ടുള്ള ആളോ പറയണം, ഇത് കൊള്ളാം കേട്ടോ, ഇത് നിനക്ക് മാച്ച് ആകും എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരികയും അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ആരും പറഞ്ഞില്ല എന്ന് വിചാരിച്ചോ, അവരിങ്ങോട്ട് ചോദിക്കും, ചേട്ടാ ഇത് ഓക്കെ ആണോ, ഇത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവർക്ക് ആ ഒരു ഓഡിറ്ററി ടൈപ്പ് ആയതുകൊണ്ട് മറ്റൊരാൾ അത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അവർ ഓഡിറ്ററി ടൈപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കണ്ടിട്ടും കാര്യമില്ല, ആര് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ സെയിൽസ് പേഴ്സൺസ് പറയും അവർക്ക് പെട്ടെന്ന് സെയിലാവാൻ വേണ്ടിയിട്ട് ഇത് എടുത്തോളൂ, ഇത് കുട്ടിക്ക് നല്ല മാച്ചാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും അവർ അത്ര മൈൻഡ് ചെയ്യത്തില്ല. അവർ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും. അവർക്ക് അതൊന്ന് ഡ്രസ്സിങ് റൂമിൽ പോയിട്ടൊന്ന് ശരീരത്തിൽ ഇട്ട് നോക്കി കംഫർട്ടബിൾ ആണോ, ഓക്കെ ആണോ, ആ ഒരു ഫീലും ആ മിററിൽ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും എല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് ചിലർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി വരത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ പറയുന്നത് കിനസ്തെറ്റിക് എന്നുള്ളതാണ്. അപ്പോൾ അവർ ആ സാധനം സ്പർശിക്കുക അല്ലെങ്കിൽ അത് ഇടുന്ന സമയത്തുള്ള ആ ഒരു ഫീല് അനുഭവത്തിലൂടെ മാത്രമേ അവരൊരു ഡിസിഷനിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. എല്ലാ വ്യക്തികളിലും ഇത് 3ഉം ഉണ്ടായിരിക്കും, പക്ഷെ ഏതെങ്കിലും ഒന്ന് കൂടുതലായിരിക്കും. ആ ഏതാണ് കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായിരിക്കും അവരുടെ ലവിങ് സ്റ്റൈൽ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ലവിങ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക.
അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, ഒരു ഉദാഹരണമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഥവാ ഏത് ടൈപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ മാത്രമാണിത്. ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകണം, സിനിമ കാണണം, കൂടുതൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിഷണറി ടൈപ്പ് ആയിരിക്കും. അവർക്ക് ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. മനസ്സിലാക്കുക, പോയിന്റ് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ഓഡിറ്ററി എന്ന് പറയുമ്പോൾ അവർക്ക് ഫോൺ വിളിക്കാനൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. അവർക്ക് കേൾക്കാനായിരിക്കും ഇൻട്രസ്റ്റ്, മ്യൂസിക്കൊക്കെ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വൈഫ് ഓഡിറ്ററി ആണ്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ കിനസ്തെറ്റിക് ആയിരിക്കും. അവർക്ക് നമ്മൾ ഫോൺ വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല, നമ്മൾ അടുത്ത് വേണ്ടി വരും, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, അവരെ സ്പർശിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഏകദേശം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഏത് ടൈപ്പാണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ഇനി ഇതിലെ 3 സ്റ്റൈലിലുള്ള ആളുകളെയും എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് 1 by 1 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണാം. താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.